അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. ഇന്ന് വീട്ടിൽ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ലൈക്ക് കുറവാണ് എൻ്റെ വീഡിയോസിന്, അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അപ്പോൾ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. മൂവാണ്ടൻ മാങ്ങ, നല്ല അധികം പുളിയില്ലാത്ത മാങ്ങയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചെനഞ്ഞ മാങ്ങയാണ്. പഴുത്തിട്ടില്ല, പക്ഷേ പച്ചയല്ല, അത് രണ്ട് തരത്തിലുള്ളൊരു മാങ്ങ. അപ്പോൾ ഞാനതിൽ സുർക്കയും ഉപ്പൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. 2 ദിവസം കഴിയുമ്പോഴേക്ക് സെറ്റാവും. മുളകും ഉപ്പും സുർക്കയും അല്പം വെള്ളവും. പിന്നെ ഞാൻ കഴിക്കാനായിട്ട് ബീഫിൻ്റെ ഇടിച്ചിറച്ചി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഇറച്ചി ചെറുതായിട്ട് മുറിച്ച് കൊണ്ട് വന്നതാണ്, ചെറുതായിട്ട് വെട്ടിയിട്ട് വന്നതാണ്. അതിന് ഞാൻ കുക്കറിലിട്ട് കഴുകി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അതിന് വേണ്ട മസാലയൊക്കെ ഇപ്പുറത്ത് റെഡിയാക്കി വെച്ച് ഏകദേശം എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടിച്ചിറച്ചി റെഡി ആയിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റത്തെ മസാലകളൊക്കെ റെഡിയാക്കിയിട്ട്. പിന്നെ ഞാനിന്ന് സ്റ്റിച്ചിങ് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മാജിക് സ്റ്റിച്ചാണ്. 2 നൂല് ഒന്നിച്ചിട്ട് കോർത്തിട്ട് അതിനുള്ളിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഓരോ നൂലായിട്ട് സൂചിയിൽ ഇങ്ങനെ വട്ടത്തിൽ ആക്കിയിട്ട് ഇങ്ങനെ വലിക്കണം. ഇതാ ഓരോന്ന്, ഒരു നീലയും ഒരു കാപ്പി കളറും, ഈ 2 നൂല് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. ഈ 2 നൂല് വെച്ച് ചെയ്യുന്നതിൻ്റെ പേരാണ് മാജിക് സ്റ്റിച്ച്. അപ്പോൾ ഇതാണ് എങ്ങനെയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത ശേഷം വേറൊരു 2 നൂലും 2 ഭാഗത്തായിട്ട് എങ്ങനെ എടുക്കണം. ഒരിക്കൽ നീലയാണെങ്കിൽ ഒരിക്കൽ മറ്റേ ബ്രൗൺ കളറ്. അങ്ങനെ ഏകദേശം ഞാൻ പഠിച്ച സ്റ്റിച്ചിങ്ങൊക്കെയാണിത്. സ്റ്റിച്ചിങ് അല്ല, എംബ്രോയിഡിങ്ങൊക്കെയാണ്. റണ്ണിങ് സ്റ്റിച്ച്, റണ്ണിങ് വിപ്പിഡ് സ്റ്റിച്ച്, ഇത് റണ്ണിങ് വിപ്പിഡ് സ്റ്റിച്ച്, ഇത് ബാക്ക് സ്റ്റിച്ച്, ഇതാണ് മാജിക് സ്റ്റിച്ച്, ഇത് ബാക്ക് സ്റ്റിച്ച്. അപ്പോൾ ഇത്രയാണ് ഞാൻ പഠിച്ചു വന്നത്. പിന്നെ അതുപോലെ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുമ്പോഴാണ് നേരിട്ടൊരു പശു വന്നപ്പോൾ എൻ്റെ അടുത്തേക്ക് ധൈര്യത്തിൽ പോയി. അത് അടുത്തെത്തിയപ്പോൾ തിരിഞ്ഞൊരൊറ്റ ഓട്ടം. അതൊരു പാവമായിരുന്നു, പശു മിണ്ടാണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മൃഗങ്ങളിലേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ അതിൻ്റെ അടുത്തേക്ക് പോയാൽ അതൊന്നും ചെയ്തൊന്നുമില്ല. അത് സൈഡിൽ കൂടെ പോയപ്പോൾ അതിൻ്റെ ബാക്കിലേക്ക് ഓടുകയാണ് പിടിക്കാൻ വേണ്ടിയിട്ട്. ഭാഗ്യത്തിന് കുത്തിയില്ല. അങ്ങനെ ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഭയങ്കര രസമുണ്ടായിരുന്നിട്ട് സ്ഥലം. അതുകൊണ്ട് ഞാൻ വീഡിയോസ് എടുത്താണ്. ഞങ്ങൾ കൊടുവായൂർ പോയിക്കൊണ്ടിരിക്കുന്നത് തേങ്കുറിശ്ശി വഴി. തേങ്കുറിശ്ശി കേട്ടിട്ടില്ലേ? നമ്മുടെ ഒടിയൻ ഷൂട്ടിങ്ങൊക്കെ എടുത്ത സ്ഥലമാണ്. ഭയങ്കര നാട്ടിൻപുറം ഏരിയയാണത്, നാട്ടിൻപുറം ഏരിയയാണ്. അപ്പോൾ നല്ല ഭംഗി തോന്നി സ്ഥലം. പക്ഷേ നട്ടുച്ചയ്ക്കാണ് പോയത്. ആ ഒരു വെയിലും, പാലക്കാട് ഭയങ്കര വെയിലാണ്. പക്ഷേ കൊടുവായൂർ ഞങ്ങൾക്ക് തുണി കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായത്, നൈറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുവായൂർ പോയി വന്നാൽ നല്ല സെലക്ഷനും വിലയൊക്കെ കുറവായിരിക്കും. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക.